അധികമായി 100 വണ്ടി ഓടിയിട്ടുണ്ട്. ഈ ക്യാൻസലേഷൻ ഇല്ലെന്ന് മാത്രമല്ല 100 വണ്ടി അധികം ഓടി. ആലോചിക്കുക. അതായത് 76 വണ്ടി ഒരു ദിവസം ക്യാൻസൽ ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ CMD ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ 6 വണ്ടിയാണ് ക്യാൻസലേഷൻ. കേരള സംസ്ഥാനത്ത് 6 വണ്ടിയാണ് ക്യാൻസൽ ചെയ്തത്. കാരണം ആവശ്യത്തിന് നമ്മുടെ ആളുണ്ട്, അവർ സുഖമായിട്ടിരിക്കുകയാണ്. ബസ് സ്റ്റേഷനിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, അവർ വേറെ ജോലികൾ ചെയ്യണം, അവർ ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്യണം. എന്നാൽ ആരോഗ്യത്തിന് കുറവുള്ളവരുണ്ട്, ഹാർട്ട് അറ്റാക്ക് വന്നവർ, ക്യാൻസർ വന്നവർ, ഇവരെല്ലാം നിരന്തരമായി ജോലിയില്ലാതെ അലഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവരെ എല്ലാം ഞങ്ങൾ പരമാവധി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരെ ക്ലറിക്കൽ ജോബുകളിലേക്കൊക്കെ വെച്ചുകൊണ്ട് ആ പ്ലേസ് എല്ലാം ഫില്ല് ചെയ്യാം. അവരെ ഇവരെ കാറ്റഗറി മാറ്റിയാൽ ശമ്പളം കുറയുന്നില്ല, KSRTC അതുകൊണ്ട് ലാഭമൊന്നുമില്ല. പക്ഷേ കാറ്റഗറി മാറ്റുന്നില്ല. അവരെ ആ ജോലിയിലേക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കുക, ടിക്കറ്റും ക്യാഷും എടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. പിന്നെ ക്ലറിക്കൽ ജോബുകൾക്കെല്ലാം എടുക്കുക. ആവശ്യമില്ലാത്ത ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നു, ഏതാണ്ട് 26 ഡിപ്പോകളിൽ MLA മാരെ ഫണ്ട് ഉപയോഗിച്ച് കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയായി. പല സ്ഥലങ്ങളിൽ ഇനാഗുറേഷൻ നടക്കുകയാണ്, MLA മാർ ഇനാഗുറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഓഫീസായി മാറി. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെ ഈ ഓഫീസായി മാറുന്നതോടുകൂടി കംപ്ലീറ്റ് പേപ്പർ വർക്ക് ഉണ്ടാവില്ല, എല്ലാം സ്കാൻ ചെയ്ത് എല്ലാം പേപ്പറിലേക്ക് മൂവ് ചെയ്യുന്നു. സർവീസ് ബുക്കുകളെല്ലാം ജീവനക്കാരെ സർവീസ് ബുക്കുകൾ വരുന്ന കാലതാമസം ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ ജീവനക്കാർക്കൊരു സമാധാനം എന്നുള്ളതിൽ 3600ഓളം കേസുകളുണ്ട്. പല കേസുകളാണ്. ടിക്കറ്റ് എടുത്തില്ല, ടിക്കറ്റിൻ്റെ പണം അപഹരിച്ചു എന്നൊക്കെ പറഞ്ഞ കേസുകളാണ്. അത് 26-ാം തീയതി മുതൽ ഒരു അദാലത്ത് വെച്ചിരിക്കുകയാണ്, തുടർച്ചയായ അദാലത്താണ്. ജീവനക്കാരുടെ പേരുള്ള ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളെല്ലാം ഒരു ഫൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ അടയ്ക്കാനുള്ള പണം അടപ്പിച്ചിട്ടോ അവസാനിക്കും. ജീവനക്കാർ ഇപ്പോൾ പുറത്ത് സസ്പെൻഷനിലൊക്കെ നിൽക്കുന്ന പരമാവധി ആളിനകത്ത് കയറും, പരമാവധി ബസ് ഓടിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടത്, ക്യാൻസലേഷൻ ഒരു ദിവസം 76 മുതൽ 90-നകത്ത് വരെ, 90-100 വരെയൊക്കെ പോകുമായിരുന്നു ഒരു ദിവസം, ഈ ഡ്രൈവറും കണ്ടക്ടറും ഇല്ലാത്ത. പക്ഷേ ഇപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും രംഗത്ത് വന്നതുകൊണ്ട് ഇപ്പോൾ വണ്ടികൾക്ക് ആവശ്യമുള്ള ആളെ കൃത്യമായി മന്ത്രി തന്നെ നേരിട്ടിരുന്ന് വിന്യസിച്ചു. ഞാൻ തന്നെ നേരിട്ടാണ് ചെയ്തത്. എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ചിരുത്തി ആ ഷോർട്ടേജ് പരിഹരിച്ചപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിർദ്ദേശം നിങ്ങൾ കേട്ട് കാണും, 100 ബസ് കൂടുതൽ ഓടി. നിലവിൽ ഓടേണ്ട ബസ് കൂടാതെ 100 ബസ് നമ്മൾ കൂടുതൽ ഓടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ആളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് പല സ്ഥലത്തും ഇരുന്നിങ്ങനെ ഇരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കിയത്, റിസർവേഷൻ നിർത്തലാക്കിയതിൻ്റെ കാരണം എന്ന് പറയുന്നത്, റിസർവേഷനിൽ 3 പേര് ജോലി, ഷിഫ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിയുടെ ഓഫറെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ 5 പേര് ജോലി. ഈ 5 പേര് ജോലി ചെയ്യുന്ന ചങ്ങനാശ്ശേരി, ഉദാഹരണം പറയാം, ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ 70 ടിക്കറ്റാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത്, ഒരു മാസം 70 ടിക്കറ്റ് കൊടുക്കാൻ ഏതാണ്ട് 4-5 പേര് ജോലി ചെയ്യാം, ഫുൾ സാലറി വാങ്ങിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ചിലവ് ആപ്പ് വന്നു, പിന്നെ KSRTC റിസർവേഷൻ ലൈവ് ആവാൻ പോകുക. അപ്പോൾ ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ വരെ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എല്ലാവരും ആപ്പുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. സാധാരണക്കാരായ എല്ലാവർക്കും ഭാഷ മലയാളത്തിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എൻക്വയറി കൗണ്ടറൊന്നും ഉണ്ടാകും. അവിടെയൊക്കെ ഇരുന്നിട്ട് ഈ എൻക്വയറി കൗണ്ടർ വേണമെന്ന് പറയുന്ന ആരാണെന്ന് ഓർക്കണം. ജോലി ചെയ്യാൻ പോയിരിക്കാൻ പറ്റുന്ന ആളുകളെ ഇളക്കി വിടുകയാണ്. ഇളക്കിയൊന്നും വിടണ്ട, ഏത് എൻക്വയറിയും നോക്കി മൊബൈൽ ഫോണിനകത്ത് കാണാൻ പറ്റും. KSRTC ചലോ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വണ്ടി, സിറ്റിയിൽ ഇപ്പോൾ അടുത്ത് ഓടുന്ന വണ്ടികൾ, ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലത്തുനിന്ന് തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ എനിക്ക് എത്താൻ എത്ര മിനിറ്റ് വേണം അതുവരെ പറയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് എനിക്ക് എത്ര മിനിറ്റിനുള്ളിൽ വണ്ടി കിട്ടും ഇതെല്ലാം കാണിക്കുന്നുണ്ട്. വണ്ടി സീറ്റ് അവൈലബിൾ ആണോ എന്ന് കാണിക്കും. എല്ലാം ഒരു എൻക്വയറി കൗണ്ടറിൽ പോയാൽ വന്നുകൊണ്ടിരിക്കുന്ന ബസ്സിൽ സീറ്റ് ഉണ്ടെന്ന് പറയുമോ? ഇല്ല. പക്ഷേ ഇതിൽ കാണാൻ പറ്റും. സ്റ്റാൻഡിങ് ആണോ, സീറ്റ് ഇരിക്കാൻ സീറ്റുണ്ടോ, ഫുള്ളാണോ, അല്ലെങ്കിൽ അടുത്ത വണ്ടി വരുന്നുണ്ട് തൊട്ട്, അത് കാണാൻ നോക്കും. ആ വണ്ടി എടുക്കാം, ഇഷ്ടമുള്ള വണ്ടി എടുക്കാം. 5 മിനിറ്റിൽ വരുന്നൊരു വണ്ടി പോയി കഴിഞ്ഞാൽ 6-ാമത്തെ 7-ാമത്തെ മിനിറ്റിൽ അടുത്ത വണ്ടി വരും, സീറ്റ് ചെയ്യാതെ, അതിൽ കയറാം. ഇത് കേരളം മുഴുവനുണ്ട്, എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അതാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മൊബൈൽ ഓഫ് ചെയ്തിടുക. ഏതാ GPS. ഇതൊക്കെ ഇപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. GPS ഓഫ് ചെയ്ത്, അപ്പോൾ ഈ മെഷീനിൽ GPS ഓഫ് ചെയ്യാൻ ഉള്ള പ്രൊവിഷൻ എടുത്ത് പറഞ്ഞേക്കാം. GPS ഓഫ് ചെയ്താൽ വണ്ടി വരുന്ന കാണാക്കൂല. അപ്പോൾ കണ്ടക്ടർ മനഃപൂർവ്വമായിട്ട് GPS ഓഫ് ചെയ്യണം, പറയുന്ന ബാറ്ററി സേവ് ചെയ്യാനാണെന്ന് പറയും. ബാറ്ററി സേവ് ചെയ്യേണ്ട എല്ലാ വണ്ടിയിലും ചാർജ് ചെയ്യാൻ സംവിധാനം വയ്ക്കുക. വണ്ടിക്കകത്ത് തന്നെ മെഷീൻ ചാർജ് പോകില്ല.